വേണ്ട സാറേ, നമ്മളെ വീടിന്റെ ആളാ. സാറേ, ആ തീയൊന്നും നോക്കണമായിരുന്നു. സാറേ, സാറേ, സാറിന് ഈ സ്ഥലത്തിന്റെ ഈ ബർത്തിന്റെ ഒക്കെ പ്രത്യേകത അറിയോ? സാറിന് അറിയാൻ വഴിയില്ല. സാർ പുതിയ ആളല്ലേ. സാറിന് അറിയോ സാറേ? എനിക്കറിയില്ല സാറേ. ഇവിടെ ഉള്ളവർക്ക് പോലും അറിയത്തില്ല സാറേ. പണ്ട് ഈ നാട്ടിലുണ്ടായിരുന്ന പെണ്ണുങ്ങൾക്ക് കൂടെ വയറ്റിലുണ്ടായി കൊടുത്തിരുന്ന മരം ഇത്. അതായത് ഗർഭിണികളല്ലാത്ത സ്ത്രീകൾ സ്ഥിരമായിട്ട് ഇവിടെ ഒന്ന് ചരട് കിട്ടുമായിരുന്നു. അങ്ങനെ ചരട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളുണ്ടാവും എന്നുള്ളതായിരുന്നു വിശ്വാസം. അപ്പൊ സാറ് വിചാരിക്കുന്നുണ്ടോ ഇപ്പൊ ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ ചറവറ പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണോ? അങ്ങനല്ല സാറേ. സംഭവം എന്താന്ന് വെച്ചാലേ, പണ്ട് ഇതുപോലൊരു പെണ്ണ് ഇവിടെ ഒന്ന് ചരട് കെട്ടി. അവള് കെട്ടിയിട്ടും സാധനം കിട്ടിയില്ല. അങ്ങനെ കിട്ടാതായപ്പോ അവൾ ആ ചില്ലയില് വേറൊരു കുറച്ച് കട്ടിയുള്ളൊരു ചരടങ്ങ് കെട്ടി അതിന്റെ അറ്റത്തങ്ങ് കെട്ടി തൂങ്ങി. അങ്ങനെ സാറേ, ഈ സ്ഥലത്തിന് വേണിക്കുന്നെന്ന് പേര് വരുന്നത് ആ ചത്തവളുടെ പേര്. പിന്നെ മൊത്തത്തിൽ ഇവിടെ ഒരു ഹൊറർ ഫീലായി സാറേ. പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് കയറാൻ ഭയങ്കര പേടിയായി തുടങ്ങി. ആ ചത്തവളുടെ പ്രേതത്തിനെ ആത്മാവിനെയൊക്കെ കണ്ടെന്ന് പറയുന്നവരും ഉണ്ട്. സംഗതി ഈ ആള് കയറാത്ത അവസ്ഥയായപ്പോഴേക്കും ഇവിടെ ഈ നൂലുകെട്ടും ചരടുകെട്ടൊക്കെ നിന്ന് സാറേ. പിന്നെ നമുക്ക് പണി തുടങ്ങുന്നത്. കുറെ തന്തയില്ല കഴിവേറുകൾ കയറിയിട്ട് ഇവിടെ ചീട്ടുകളിയും വെള്ളവടിയും മശടിയൊക്കെ ആയിട്ടും കൂടി. അവന്മാർക്ക് എന്തുമാതിരി പ്രേതവും വിശ്വാസവും. ഇടയ്ക്ക് കുറെ ബിൽഡർമാർ വന്നിരുന്നു സാറേ. അവന്മാർ വന്നിട്ട് ഇവിടെ വലിയ ഫ്ലാറ്റൊക്കെ കെട്ടാനുള്ള പരിപാടിയായിരുന്നു. കിടലിന് ആംബിയൻസ് അല്ലേ. പക്ഷെ അവന്മാരും ഏതാണ്ടൊക്കെ കണ്ടു, പ്രേതത്തിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് അവന്മാരും കളഞ്ഞിട്ട് പോയി. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തൊന്നുമല്ല സാറേ. പട്ടാപ്പകല് ഒരു പെങ്കൊച്ചിനെ യക്ഷിക്കുന്നി കൊണ്ടുവന്നിട്ട് 4 പൊലയാടി മക്കൾ ചേർന്ന് പീഡിപ്പിച്ചിട്ടും ഒരാത്മാവും ചോദിക്കാൻ വന്നില്ലല്ലോന്നാ. ഷോ നടക്കണ്ട. നീയൊക്കെ ആ പെങ്കൊച്ചിനെ എന്താ ചെയ്തെന്ന് ഇപ്പൊ ഇവിടെ വെച്ച് കാണിച്ചു തരണം. നടക്കടാ. അങ്ങോട്ട് നടക്കണം മാറി. അകത്തേക്ക് കയറാ. മറ്റവനൊക്കെ വലിച്ചേറ്റിക്കൊണ്ടു നിനക്കൊന്നും ഓർമ്മയല്ല അല്ലടാ. ചെയ്ത് കാണിക്കടാ. ഞാനെന്തും മണ്ടനാ സാറേ. ഇവന്മാരുടെ ഗ്രൂപ്പ് പരിപാടിയായിരുന്നില്ലേ. അപ്പൊ പിന്നെ ഇവനെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. വാടാ മക്കളെ വാ. സാറേ, അവന്മാരെങ്കിലും കൊണ്ടുവന്നേ. വിളിച്ചത് കേട്ടില്ലടാ.